ഉപ്പും മുളകും co-powered by Q Developers and 24news.com. നോക്കിയിരിക്കണേ, ഇറങ്ങടാ. ഇറങ്ങാൻ ചേട്ടൻ ആദ്യം ഇറങ്ങിട്ട് ഇതൊന്ന് ഇറക്കിത്താ. കിളവൻ കേശുവിനും ഉണ്ട്. ചേട്ടാ ഒന്ന് എടുത്തേ. ഇറങ്ങടേ. നിങ്ങളെത്തിയാ? ആ ഒരു എത്തിയടി. ഞങ്ങൾ അപ്പൂപ്പനോടൊന്ന് വെള്ളം എടുത്ത് ചീര പെയ്തെന്റെ നടു ഒടിഞ്ഞു. ആ ഒരു കവർ താ, ഞാൻ പിടിക്കാം. തലയിലോ? അതേ പറ്റും, നിന്നെ കൊണ്ട് കൈ പറ്റില്ല. വാ. പയറ് വേണോ? പയറ് വേണോ? കേശു, നമുക്ക് പഠിച്ച് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലേ പച്ചക്കറി വിറ്റാണെങ്കിൽ ജീവിച്ചോളൂ. ആടി അകത്തോ ആടി. ഇത് ഒരുപാടുണ്ടല്ലോ ചീരൻ പയറൊക്കെ. കൊറേ പയറൊക്കെ പൊട്ടിച്ചായിരുന്നു വെച്ചാ, കൊറേ നാട്ടുകാരൊക്കെ കൊണ്ട്. ആകെ മൊത്തം ഒരു കണ്ടം ചീര ഉണ്ടായിരുന്നു. അവിടുത്തെ പണിക്കാരെ കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് വിളവെടുത്തത്. ആ ചീര എന്ത് ചെയ്ത്? ചീര കൊറേ ഹോട്ടലുകാർ കൊണ്ടുപോയി, അതുപോലെ തന്നെ നാട്ടുകാരും കൊണ്ടുപോയി. ആകെ മൊത്തം ഒരു ഉത്സവം പോലെ ആയിരുന്നു. എന്നിട്ട് എല്ലാം കൂടെ എത്ര രൂപ വിറ്റ്? അതെനിക്കറിയില്ല. അതെന്താ അറിയാത്ത? ഇടേ ഇതൊക്കെ അറിയണ്ടേടേ. നിങ്ങളെ അപ്പൂപ്പനെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കി അവിടെ എന്തോ സംഭവം നടക്കാൻ പോണെന്ന്. പക്ഷെ വിളവെടുപ്പിന്റെ കാര്യം മാത്രം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെല്ലുമല്ലോ. അപ്പൊ എത്ര രൂപയ്ക്ക് വിറ്റെന്ന് ഞാൻ അറിയുമല്ലോ. ബാലു, ആവശ്യമില്ലാത്ത പറയല്ലേ. എന്താ ആവശ്യമില്ലാത്ത പറയുന്നത്? കുറെ ചീരയും കുറെ പയറും കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഒതുങ്ങുന്ന കളവി വിചാരിച്ചാ? ആരക്കളവി? ഇല്ല അവര് കളവിയല്ലോ, അവര് കുമാരിയല്ലേ. ബാലു, അച്ഛാ അമ്മൂമ്മ അങ്ങനെ വിളിക്കാൻ പാടില്ല, അത് തെറ്റാ. അത് ശരിയാണ്. അല്ല അത് തെറ്റാണ്. നീ എന്തിനു കേശു വിളിച്ചു പറയണേ? അതായത് കേശു പറഞ്ഞത് ശരിയാണ്. അപ്പൊ നീ കുറച്ചു മുമ്പ് തെറ്റാന്ന് പറഞ്ഞതോ? എന്നെ പ്രാന്ത് പിടിപ്പിക്കോ? ഞാൻ പറയട്ടെ, അച്ഛൻ അമ്മൂമ്മനെ കിളവിന്ന് വിളിച്ചത് ശരിയായില്ല, അത് തെറ്റാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഡേയ്, ഈ കിളവിന്ന് വിളിക്കണത് അത് മോശപ്പെട്ട വിളിയൊന്നും അല്ല. ഇപ്പൊ ഞാൻ എൻ്റെ അമ്മ ഇത് കിളവി ഇത് ചോദിക്കുമല്ലോ. ഇപ്പൊ നമ്മളെ നാട്ടില് പിള്ളേര് വലിയൊരു അങ്ങേര് അയാള് എടപ്പാട് അതൊക്കെ ചോദിക്കുമല്ലോ, അദ്ദേഹം ഒന്നും വിളിക്കും. ഇതൊക്കെ ഒരു പ്രാദേശികമായ ശൈലിയാണ്. ഓ, പ്രാദേശിക ഭാഷാ പണ്ഡിതൻ വിശകലനം തുടങ്ങി. ഞാൻ പോണു. ഇതിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തേ, പയറാ ഒക്കെ എടുത്ത് ഒത്തിരി കൂട്ടാൻ വയ്ക്കും. പോ. അയ്യോ, പടവലത്തുനിന്ന് കൊണ്ടുവന്ന് കഴിച്ചാ തൊണ്ടെന്ന് ഇറങ്ങുമോ? ഇറങ്ങിയാൽ ഞാൻ കുത്തി ഇറങ്ങിക്കോളാം. ഓ, എന്നാ പിന്നെ ഉണ്ടാക്കാം. ഇതൊക്കെ എന്താണ് ഇത് കംപ്ലീറ്റ് പുഴുക്കുത്ത് പിടിച്ചേട്ടാ. അയാൾ നാളെ നോക്കുകയൊന്നുമില്ലല്ലേ. ഇത് അധ്വാനിക്കാതെ കിട്ടിയതല്ലേ, അങ്ങ് എടുത്തോണ്ട് പോര്. അധ്വാനിക്കാത്ത അല്ല, ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ച് കഴുകിയുടെ അത്രയും വിഷമുള്ള മരുന്നൊക്കെ അടിച്ച് ഉണ്ടാക്കിയാണ്. കഴിക്കാൻ വേണം, കുറ്റം പറയാൻ വേണം. നോക്കി കണ്ടൊക്കെ ചെയ്. ആ ചീര വാടി കുഴച്ചിരിക്കണം. ചീര നല്ല ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ടേ. പച്ചപ്പയറിന് നല്ല ടേസ്റ്റ്. അതെ, കഴിയ വിഷമൊന്നും അടിക്കാൻ വളർത്തിയില്ല, അതുകൊണ്ടാണ്. എങ്ങനെയുണ്ട് പയറ്? പയറെങ്ങനെയുണ്ട്? എന്തോന്ന് കയ്പ്. ഇതാര് നട്ടത്? കയ്പുണ്യല്ലേ ഏട്ടാ. പിന്നെ നട്ടത് ഇതതിന് കഴിക്കാൻ പാവയ്ക്കാന്നല്ലോ. പാവയ്ക്കാണെങ്കിൽ ഇതിന്ന് കയ്പായിരുന്നു. ബാലു, പിന്നെ നമുക്ക് ഇതിന്ന് കുറച്ച് അച്ചിങ്ങ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ചീര അപ്പുറത്തെ വീട്ടിൽ ആ ബാസിക്കായിട്ട് കുറച്ച് കൊടുത്താലാ? കൊടുക്കാം. വാ, നമുക്ക് ആ ചീര കെട്ടായിട്ട് വെക്കാം. വാ. അതെ, അത് ഇന്നത്തേക്ക് നാളത്തേക്ക് എടുത്തിട്ട് ബാക്കി മാറ്റി വെച്ചേ. അതെന്തിനാ? ആവശ്യമുണ്ടെന്ന്. എന്ത് ചെയ്യാൻ പോണു? എന്തെങ്കിലും ചെയ്യാം. നീ മറ്റേ വൈ പോ, എടുത്ത് ബാക്കി നമുക്കൊരു സമരം പോവാം. വാടേ. ഞാനും വരട്ടെ അച്ഛാ. നല്ല ടേസ്റ്റ്. എന്താ കയ്യില് പാളയൊക്കെ ആയിട്ട്? പാള എന്തിന്? അതൊക്കെ ഉണ്ട്. നീ പോയി ആ കീര എടുത്തോണ്ടോ. ചീര എടുത്തോണ്ട് വാടേ. എന്തിന്? അതൊക്കെ കൊണ്ട് പോയിട്ട് വാടേ. നല്ല പാള കേട്ടാ. പാള അതൊക്കെ ഉണ്ട്. ഇത് എവിടെ കൊണ്ടുപോവാ? എവിടെ കൊണ്ടുപോണത്? എടി മാമനെ കഷ്ടപ്പെട്ട് അവിടെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ മുതലൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട് ആൾക്കാർ കൊടുക്കാനാ. അത് ശരിയാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോണു? വിൽക്കാൻ പോണു. വിൽക്കാനാ? ഇത് വിൽക്കാനെന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ എന്തോ വിൽക്കല്ലേ ചെയ്യണത്?
ഇത് എവിടെ കൊണ്ടുപോയി വിൽക്കാൻ എന്നിട്ട്? മാർക്കറ്റില്. അയ്യേ എന്താ ഞാക്കി നിന്റെ അവിടെ വീട്ടിലിട്ടാണ് വിൽക്കണത്. എടി ആൾക്കാർ ഒരു മൊത്തത്തിൽ കൊടുക്കും, അവർ കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിൽക്കുക, അങ്ങനെ വിൽക്കണത്. എന്നാലും ഈ മാർക്കറ്റിൽ കൊണ്ടൊക്കെ വിൽക്കാന്ന് വെച്ചാൽ നാണക്കേടല്ലേ ബാലു? എന്തോ നാണക്കേട്. മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കാമെങ്കിൽ മാർക്കറ്റിൽ ചെന്ന് സാധനം കൊടുക്കാൻ എന്ത് കുഴപ്പം? അത് അച്ഛാ ഈ ചീരൊക്കെ കെട്ടുകെട്ടായിട്ട് വെക്കണേ എന്നാലേ വിൽക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഉണ്ട്. നീ പുറത്തോട്ട് വാ. എടുത്തോടെ എന്തേനാ എടുത്തോട്ട് കീര കൊണ്ട് പുറത്തോട്ട് വാടേ. പുറത്തു കൊണ്ടുവെക്കാൻ ആ ഞങ്ങളിത് പിടിക്കാം. പിടിച്ചോ. അങ്ങോട്ട് പോ. കൊണ്ടുപോയിട്ട് കേട്ടാ തലയിലൊക്കെ വെള്ളം. മകളെ യേശു, നീ അച്ഛനോട് പറഞ്ഞാ എപ്പോഴും ചോദിച്ചോ പോരെ. ആ ഈ ഒരു കാര്യം ചെയ്യ്, എന്നാ തോർത്തെടുത്തുണ്ടോ? ഓക്കെ ബാലു അവനെ കൊണ്ടുപോകണ്ട കേട്ടോ. എന്ത് കൊണ്ടുപോയത്? എൻ്റെ മക്കളിൽ ആര് വരണമെന്ന് പറഞ്ഞാലും ഞാൻ കൊണ്ടുപോകും. അവർ വരട്ടെ, ചന്തയിൽ വന്ന് കച്ചവടം എന്താണ്, അവിടുത്തെ ജീവിതം എന്താണെന്ന് കണ്ട് പഠിക്കട്ടെ. അതെ, എൻ്റെ മക്കൾ അൽമൂബ ഇങ്ങോട്ട് നോക്ക്. അമൂൽ ബേബികളായിട്ട് വളർത്താൻ എനിക്ക് താല്പര്യമില്ല. വെയിലും കാറ്റ് മഴയെ കൊണ്ട് നല്ല നല്ല ഒത്ത ഒരാണായി വളരണം. അല്ലേ? ആ അച്ഛാ മുടിഞ്ഞേട്ടാ ഇതൊന്നും എടുത്ത് തല വെച്ച് തന്നെ. കുഴപ്പമില്ല. അച്ഛാ നമുക്ക് വൈകുന്നേരം ചീരേന്ന് വിളിച്ചോണ്ട് പോവാം. കറക്റ്റ് മക്കളെ, പോവാം. ബാലു ബാലു ഒരു മിനിറ്റ്. ആ മാർക്കറ്റിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മാറി നിന്ന് കച്ചവടം ചെയ്താൽ മതി കേട്ടാ. ഏതെങ്കിലും ഒരു സൈഡിൽ മാറി നിന്ന്. നിനക്ക് എന്റെ ആള് 10 കാണുന്നുള്ള പേടിയാ നിനക്ക്? നിനക്ക് നാണക്കേടാ. എടി ദുരവമാനം കളയടി ആദ്യം. എടി കച്ചവടം പോലെ മഹത്തായ ഒരു പണി ലോകത്തിൽ അറിയാനക്ക്. അതുപോലെ കണ്ടവന്റെ വിളയെന്ന് മോട്ടിച്ചോണ്ട് പോയല്ല അവിടെ വിൽക്കണേ. സ്വന്തം വിളയെന്ന് ഞാൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ അധ്വാനിച്ച സാധനമാണ് അവിടെ കൊണ്ട് വിൽക്കാൻ പോണത്. അത് നിനക്ക് അത്ര കുഴപ്പമെന്ത്? അതെ, നമ്മളെ കുടുംബക്കാരെല്ലാം കൂടെ ജമ്മി കളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആയി പോയത്. അച്ഛാ ആ കാര്യമൊക്കെ വിട്. ചീര പാടുന്നതിന് മുമ്പ് ചന്തയിൽ കൊണ്ട് വിൽക്കാം. ഞാനും വരട്ടെ. നമുക്ക് അതിനുള്ള ത്രാണി ആയില്ല. ആവുമ്പോ കൊണ്ടുപോവാം കേട്ടാ. നോക്കടി എന്റെ ചെറുക്കൻ പോണണ്ട. പുലിയാണ്, പുലിയവൈ. നല്ല പച്ചച്ചീരേ, നല്ല ജൈവചീരേ, ചീരേ നല്ല പച്ചച്ചീര, ജൈവചീരേ നല്ല പച്ചച്ചീര, പച്ചച്ചീര. വിളിച്ചു തുടങ്ങിയ കുട്ടമ്പിള്ളത് കണ്ട അങ്ങനെ കണ്ണി കൂടെ വെള്ളം നിറയും. അച്ഛനാ അച്ഛല്ല അച്ഛൻ. ഇങ്ങോട്ട് പോയിട്ട് വട്ടാ. മതിയടാ, ഇവിടെ ആരും ഇല്ലടാ. അവിടെ ചെന്ന് ബാക്കി വിളിക്കാം. ആഹാ മക്കളെ, നിനക്ക് തലക്കനം ഉണ്ടാ? അതൊരിക്കൽ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല കേട്ടാ. ആ കേശു, നമ്മള് പുതിയ ആൾക്കാരാണ്. 15 രൂപ ചീര. ഒരു ഷോ കാണിച്ചാലേ പിടിച്ചിരിക്കാൻ പറ്റും കേട്ടാ. ചീര 15 രൂപ, 15 രൂപ. വിളി 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 വിളി. 15 രൂപ, 15 രൂപ. ചീര 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 ചീര, നല്ല ചീര, നല്ല ചീര, നല്ല ചീര, നല്ല ചീര. 15 രൂപ, 15 രൂപ. ജൈവവളമിട്ട ചീര. 15 രൂപ, 15 രൂപ. 15 രൂപ. ചേച്ചി അത് വാങ്ങിക്കല്ലേ? ചേച്ചി അത് വാങ്ങിക്കല്ലേ? നല്ല ചീര, നല്ല നല്ല ചീര. അഴുക്കച്ചീര ഇത് കണ്ട നല്ല ജൈവവളം ഇട്ടേ. 20 രൂപ ചീര, 15 രൂപ. 20 രൂപ ഉള്ളു, 20 രൂപ ഉള്ളു, 15 രൂപ, 15 രൂപ. 20 രൂപ ഉള്ളു. 15 രൂപ ചീര, 15 രൂപ. 20 രൂപ ഉള്ളു, 20 രൂപ. 15 രൂപ ചീര, അവിടെ 15 രൂപ. അത് അഴുക്കച്ചീര. നല്ല ചീരക്ക് നിറം കാണൂല. അതാണ് ചോജ പോകാതിരിക്കണ. അത് അഴുക്കച്ചീര. ചീര മേടിക്കാം. ചീര ചീര ബാക്കി 30 രൂപ. ചീര മേടിക്കാം. 15 രൂപ ഉള്ളു. ചീര 15 രൂപ. 15 രൂപ അഴുക്കച്ചീര. 15 രൂപ ചീര അഴുക്കച്ചീര. വളവിട്ട കെമിക്കൽ ചീര, കെമിക്കൽ ചീര. 20 രൂപ നല്ല ചീര. 20 രൂപ നല്ല ചീര, നല്ല ചീര, നല്ല ചീര. 15 രൂപ. ചീര വാങ്ങാം, ചീര വാങ്ങാം. ചീര 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 ചീര. ചീര 15 രൂപ. വിളി വിളി വിളി. ചീര 15 നല്ല ചീര വിളി. ചീര 15 രൂപ. വിളിയുടെ വിളിയുടെ വിളി 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 വിളി. ചീര 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 നല്ല ചീര. വിഷം അടിച്ച ചീരയാണ്. പിള്ളേരെ കൊണ്ടുകൊടുത്ത ഒരു രക്തശക്തി ചാവും. 15 രൂപ. 20 രൂപ 20 രൂപ. അത് വാങ്ങിക്കല്ലേ? വിഷം 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 വിഷം. 15 രൂപ. 20 രൂപ. 15 രൂപ ചീര, 15 രൂപ. ശരി കേട്ടോ. ആ ശരി ശരി. 15 രൂപ, 15 രൂപ. ചീര 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 15 രൂപ മനോ തീരാൻ പോകുന്നു. 15 രൂപ ചീര, 15 രൂപ നല്ല ചീര. നല്ല ചീര. ചീര 15 രൂപ ഉള്ളു. ചേട്ടാ വാ മേടിച്ചോ. ചീര 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 നല്ല ചീര. 15 രൂപ ഉള്ളു. ബാബാ അഴുവാത്ത ചീര കണ്ട. ഇത് ആടണല്ല കണ്ട. നല്ല ചീര, നല്ല ചീര. നല്ല ചീര സ്റ്റഡി ആയിട്ടിരിക്കണ്ട. നല്ല ചീര. അത് വാടിക്കൊഴിഞ്ഞു പോയി. വാടിക്കൊഴിഞ്ഞു കൊള്ളൂല കൊള്ളൂല. പുഴുക്കുത്ത് പുഴു. കംപ്ലീറ്റ് പുഴു 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 പുഴു. എടുത്ത് ഓർഡർ കംപ്ലീറ്റ് പുഴുവാണത്. പുഴു. ചെല്ലു ചെല്ലു ചെല്ലു. ചീര 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 ചീര
ചീര 15 രൂപ. 15 രൂപ കേട്ടോ, 15 രൂപ. ചീര കേട്ടോ. എവിടെ 15? നല്ല ചീര 15 രൂപ. ചേട്ടാ വിഷച്ചീരയുടെ കാലമൊക്കെ കഴിഞ്ഞു. ഓ ആയിക്കോട്ടെ, ശരി. വേണമെങ്കിൽ നല്ല ചീരയാണ്. ഇത് വിറ്റ് പൈസ മാതിരി. ഇത് കൊള്ളൂല, എടുത്ത് ദൂരകളാ. അപ്പടി വാടാ മക്കളെ വാടാ. 15 രൂപ ചീര. 15 രൂപ. നല്ല വെള്ളം നല്ലതായിട്ട് തളിച്ചോട്. 15 രൂപ. 15 രൂപ. വാടാ മക്കളെ. 15 രൂപ ചീരക്ക്. അച്ഛാ ആ നമ്മള് 100 രൂപയ്ക്ക് ഐസ്ക്രീം മേടിച്ചു. ബാക്കി എത്ര ഉണ്ട്? ബാക്കി 400. ഓ 500 രൂപയ്ക്ക് നമ്മൾ വിറ്റല്ലേ? പക്ഷെ നമ്മള് ശരിക്കും വിൽക്കുവാണെങ്കിൽ ഒരു 300-350 മാക്സിമം. ഇടേ അങ്ങനെ വാരിക്കോരി എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂടേ. നമ്മൾ കഷ്ടപ്പെട്ട് ജൈവവളമൊക്കെ ഇട്ട് വളർത്തിയെടുത്ത പച്ചക്കറിയല്ലേ? അല്ല, ആര് കഷ്ടപ്പെട്ട്? അപ്പം തന്നെ. ആ അപ്പൊ നമുക്ക് നാളെ പയർ കൊണ്ടുവരല്ലേ? ആ പയറുണ്ടോ? കൊണ്ടുപോയ ചീരയും കൂടെ തിരിച്ചെത്തിയാ? കൊണ്ടുപോയ ചീര തിരിച്ചുകൊണ്ടുവരാനാ? എന്ത് വെച്ച് ഞാൻ ഫുള്ള് വിറ്റ്. വിറ്റ ബാലു? പിന്നല്ലാതെ ഇത്രയും പെട്ടെന്ന് എടാ ഇതുവരെ ചീര വയ്ക്കാൻ എത്ര നേരം വേണോടേ? എടാ ഈ അച്ഛൻ്റെ കച്ചവടം പഠിപ്പിക്കുന്ന കാര്യമൊന്നുമില്ല. അച്ഛൻ ഒരുപാട് കച്ചവടം കണ്ടവരാണ്. എന്നിട്ട് എത്ര കിട്ടിയച്ചാ? 400 രൂപയ്ക്ക് വിറ്റ് 100 രൂപയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ചു. പിന്നെ 100 രൂപ ഞാൻ എടുത്ത് 200 രൂപ നിനക്ക്. 200 രൂപ കണ്ടാ പോരല്ല. ആ പിന്നെ ഒരു 5 കൂടി ചീരയ്ക്ക് 1000 രൂപ കിട്ടണോ? കേശു സത്യം പറയടാ, എത്ര കിട്ടി? അച്ഛൻ പറയുന്നതാണ് എന്റെ സത്യം. അച്ഛനെ പോലെ ഉരുളണ്ട, സത്യം പറയണം. അച്ഛാ സത്യം പറയാം. 500 രൂപയ്ക്ക് വിറ്റ് 100 രൂപയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ച് 200 രൂപ നിനക്ക് തന്ന്. 200 രൂപ ഞാൻ എടുത്ത്. ഞാനല്ലേ കച്ചവടക്കാരാ, അപ്പൊ എനിക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ? അല്ലേ? ഞങ്ങൾക്കില്ലേ? നിങ്ങൾക്കല്ലേ ഐസ്ക്രീം വാങ്ങിച്ചത്? അപ്പൊ ഐസ്ക്രീം അച്ഛനും അമ്മയ്ക്കും വേണ്ടല്ലോ? പിന്നെ നമുക്ക് വേണ്ടേ? അല്ലേ? പിന്നെ ഞങ്ങക്ക് വേണ്ടേ? ഞങ്ങൾക്കും വേണം. ശരി, തരാം. 400 ഞങ്ങൾക്ക് ഷെയർ വേണം. ഒന്ന് പോടാ അവിടുന്ന്. ഒന്ന് പോടാന്നൊന്നും പറഞ്ഞ് വരട്ടെ, നിങ്ങൾ പോവില്ല. അപ്പൂപ്പന്റെ സ്ഥലത്ത് കൃഷി ചെയ്തുണ്ടാക്കിയ സാധനം വിറ്റ് കിട്ടുന്ന പൈസയിൽ ഞങ്ങൾക്കുണ്ട് ഷെയർ. ഏത് വകുപ്പില്? രക്തബന്ധത്തിന്റെ വകുപ്പിൽ. എന്തേ ചേച്ചി? അപ്പൂപ്പനെ വിളി ചേച്ചി. അങ്ങനെ വിളിക്കാൻ ചെയ്യരുത്. വീട്ടിൽ ഉപയോഗിക്കാതെ സാധനം എടുത്ത് മറിച്ച് വിറ്റെന്ന് പറഞ്ഞാൽ അങ്ങനെ ചീത്ത വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടണം ഷെയർ, ഞങ്ങൾക്ക് കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അപ്പൂപ്പനെ വിളിച്ച് പറയും നിങ്ങൾ മറിച്ച് വിറ്റ കാര്യം. ലച്ചു വരുത്തിരിക്കട്ടാ. എന്റെ പൊന്നോ, നിങ്ങൾ സമാധാനിക്കേ. നാളെ പയർ വയ്ക്കാൻ പോകുന്നുണ്ട്. പയറ് വിൽക്കാൻ പോവാണോ? പിന്നെ അല്ലാതെ. എന്നാ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയാം. നാളെ ഞാനും വരുന്നുണ്ട് വിൽക്കാൻ. ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പകുതി ഞങ്ങൾക്കും വേണം, ബാക്കി അമ്മയും അച്ഛനെടുത്തു. ശരി, അങ്ങനെ ആവട്ടെ അല്ലേ? ഇവിടെ വരട്ടെ. ശരി, സമ്മതിച്ച്. പക്ഷെ അച്ഛനെ വിളിച്ച് പറയരുത്. ഓക്കേ, അഗ്രി. പയറ് 30 രൂപ. പയറ് 30 രൂപ. പയറ്. നമസ്കാരം. നമസ്കാരം. ഇന്ന് പയറാണല്ലേ? പയറ് തന്നെ. ഞങ്ങളും പയറാണ്. ആണല്ലേ? പയറോട് പയർ കാണാം നമുക്ക്. മക്കളെ 30 രൂപ. ചേച്ചി വാ. ചേട്ടാ 30 രൂപ. മക്കളെ തുടങ്ങ്. പയറ് 30 രൂപ. 30 രൂപ. പയറ് 30 രൂപ. പയറ് 15 രൂപ. 15 രൂപ. 15 രൂപ. 15 രൂപ. 20 രൂപ. 20 ഇതില്ലേ, ഇത് പളവളാന്നിരിക്കണ്ട. ഇത് കെമിക്കലാണ്, കംപ്ലീറ്റ് കെമിക്കലാണ്. എന്താ ഇത്? ഇത് കണ്ട, ഇത് ജൈവവളമാണ്. അതുകൊണ്ട് പുഴുക്കത്തുള്ളത്. ഓക്കെ ഏട്ടാ, മകളെ എന്താണ് വായു സ്വന്തം അധ്വാനിച്ച് വളമിട്ട് നട്ടി വളർത്തിയ പയറാണ്. പയറാണ് കുടുംബ പയറ്. മാത്രം വിളിച്ചോണ്ടിരിക്കാൻ മാത്രം വിളിച്ചോണ്ടിരിക്കാണ്. ഇത് ചീഞ്ഞ പയറാണ്. അമ്മ എന്താടാ ഇത്? ചേട്ടാ എടുത്തോ. ഇത് നല്ല പേരാണ്. നല്ല പേരാണ്. ഇതാ ഉള്ളതാണ് ചേട്ടാ. 10 രൂപ മതി. 20 രൂപ കിട്ടും. 10 രൂപ കിട്ടും. ആ പേര് നല്ല പേര്. ചീഞ്ഞ പേര്. ഒന്ന് 2 ചേട്ടാ 3 വേണ്ട 2 ശരി. നല്ലത്. നീ 10 രൂപ എനിക്കെന്താ? 10 രൂപ എത്ര രൂപ?
നീ എന്താ മുട കാണിക്കണത്? ഇങ്ങളല്ലേ പുറ കാണിക്കുന്നത് ഇവിടെ? നിനക്ക് എന്താ സ്ത്രീധനം കിട്ടിയാടാ ചന്ദ്രാനക്ക്? ഞാൻ ഇവിടെ പിരിവെടുത്തിരിക്കുന്ന ഇവിടെ. ആ പിരിവെടുത്താ നീ പിരിവ് എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇയാളൊന്നും മുട വർത്താനാ നീ മുട കാണിച്ചാൽ നീ എന്ത് ചെയ്യും? നമ്മളെ കൊണ്ടുവരുമ്പോ മാത്രം തീർന്നിട്ടാ പകരമുണ്ട്. നീ തേങ്ങ കൊണ്ടുവരുന്നത് പോടാ. ശരി കൊണ്ടുപോടാ. വിടാൻ പറയണ്ട ചേട്ടാ. എന്നെ ഓർമ്മയില്ല. ഞാനിവിടെ ചേട്ടാ. ഉപ്പും മുളകും co-powered by Q Developers and 24news.com. എന്തോന്ന് ഓട്ടോടെ പിറകെ ഒരുത്തുണ്ടെന്ന് വിചാരം വേണ്ടി. നീലുവായി നീലു എന്തോന്ന് ബാലു? എന്തോ അച്ഛാ എന്താ പറ്റിയേ? കച്ചവടം പൊടി കടിച്ചപ്പം അടി തുടങ്ങി. അടിയോ? ആരായിട്ട്? ആരോ വന്ന് ആരോ പോയി. പടയോടെ വർണ്ണയുണ്ട്, പിന്നെ ഒന്നും ഓർമ്മയില്ല. അച്ഛൻ തിരിച്ചടിച്ചില്ലേ? മാക്സിമം പിടിച്ച് നിന്ന്. ചന്തയല്ലേ, പെട്ടുപോയ പെട്ടാന്നെ. എന്നിട്ട് വിഷ്ണു എവിടെ? ആരൊക്കെ എടുത്തോണ്ട് പോണുണ്ട്. വിഷ്ണുട്ട് മകളെ കയറി വാടാ. എന്തുവാണ് വിഷ്ണു ഇത്? അയ്യോ വിഷമിക്കല്ലേ, സന്തോഷിക്ക്. ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. അയ്യോ പാവം കിട്ടിയതിന്റെ ഷെയർ മേടിക്കാൻ പോയ ആളാ ദേ നിക്കണ്. ഉണ്ടല്ലേടി, കിട്ടിയതിന് ഷെയർ ഫുള്ള് ഞാൻ തരുമ്പോ. എവിടെയെങ്കിലും കിടക്കണ ചപ്പും ചവറും ഇങ്ങി എടുത്തോണ്ട് വരും. എന്നാ അത് വിറ്റ് 10 പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചാ അതിനും പറ്റില്ലല്ലോ. എന്റെ അമ്മ ഇത്ര നീട്ട് വേണ്ട കേട്ടാ.